വെൽക്കം ടു പ്രൊപ് സ്കെയിൽ. ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ. അങ്ങനെ നമ്മുടെ LPST UPST പരീക്ഷകളൊക്കെ ഇങ്ങോട്ട് അടുത്തേക്ക് എത്തി. UPSTയുടെ പരീക്ഷ ജൂലൈ മാസം 6-ാം തീയതിയും LPSTയുടെ പരീക്ഷ ജൂലൈ 20-നും നടക്കുന്നു. അപ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥികളുമായാലും ഏത് ഉദ്യോഗാർത്ഥികളായാലും ചില ഉദ്യോഗാർത്ഥികൾ ചിലപ്പോൾ ആദ്യമായിട്ട് എഴുതുന്ന ഒരു PSC പരീക്ഷയായിരിക്കാം. അതല്ലെങ്കിൽ ഇതിനു മുൻപ് ഒരുപാട് പരീക്ഷകളൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ പഠിച്ചെഴുതാൻ പോകുന്ന ആദ്യത്തെ ഒരു പരീക്ഷയായിരിക്കും. അപ്പോൾ ഈ സന്ദർഭത്തിൽ OMR എങ്ങനെ ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ പരീക്ഷയുടെ തലേ ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പരീക്ഷാ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പരീക്ഷാ സമയം നമ്മൾക്ക് 1:30 മണിക്കാണ് നമ്മളോട് ഹാളിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. 2 മണി മുതൽ 3:30 മണി വരെയാണ് നമ്മുടെ പരീക്ഷ. ഈ പരീക്ഷാ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ ചിലപ്പോൾ 2 വർഷമായിട്ട് പഠിക്കുന്ന ആളായിരിക്കാം, ചിലപ്പോൾ 1 വർഷമായിട്ട് ഇതിനു വേണ്ടി പഠിക്കുന്ന ആളായിരിക്കാം, ചിലപ്പോൾ കഴിഞ്ഞ 6 മാസമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ട് പഠിക്കുന്ന ആളായിരിക്കാം. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ പരീക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ 1:30 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ വൈറ്റലാണ്. ഇതാണ് ഈ ഒരു പരീക്ഷയിൽ നമ്മൾ ആ 1:30 മണിക്കൂർ എങ്ങനെ അതിജീവിക്കുന്നു, അല്ലെങ്കിൽ ഈ 1:30 മണിക്കൂർ എങ്ങനെ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് ഈ പരീക്ഷ എഴുതുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ റാങ്ക്. അപ്പോൾ എത്ര പഠിച്ചാലും നമ്മൾ ഈ പഠിക്കുന്നതെല്ലാം ഈ 1:30 മണിക്കൂറിലേക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു, സാർ OMRൻ്റെ കാര്യങ്ങളൊന്ന് പറയണം, അല്ലെങ്കിൽ പരീക്ഷ വളരെയധികം ടെൻഷനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാണ്, LPST UPST എക്സാം ശ്രദ്ധിക്കേണ്ടവ അല്ലെങ്കിൽ ഇതുവ ശ്രദ്ധിക്കണേ എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങളോട് പറയാണ്, നമ്മുടെ മനസ്സ് വളരെ ശാന്തവും വളരെ തെളിമയും ഉള്ളതാക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. അതായത് നമ്മുടെ മനസ്സ് വളരെയധികം തെളിമ ഉണ്ടാവണം, അതുപോലെ തന്നെ നമ്മുടെ വളരെയധികം തെളിഞ്ഞൊരു മനസ്സായിരിക്കണം. അതുപോലെ തന്നെ ടെൻഷൻസൊക്കെ പരമാവധി ഒഴിവാക്കുക. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വളരെ മൈന്യൂട്ടായിട്ട് പഠിച്ചത്, അല്ലെങ്കിൽ നമ്മൾ കാര്യപ്പെട്ട് ശ്രദ്ധിച്ചിട്ടൊന്നും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത ഒരു ഏരിയ ഒന്നുമല്ല. ചെറിയ രീതിയിൽ നോക്കിപ്പോയ കാര്യങ്ങൾ പോലും നമ്മൾക്ക് ഈ പരീക്ഷയിൽ വളരെ തെളിമയായിട്ടുള്ളൊരു മനസ്സാണെങ്കിൽ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. നേരെ മറിച്ച് വളരെയധികം ടെൻഷൻ അടിച്ച് വളരെ കാർമേഘം മൂടിക്കെട്ടിയ പോലുള്ളൊരു മനസ്സാണ് നമ്മുടെയെങ്കിൽ നമ്മൾ നന്നായി പഠിച്ച കാര്യങ്ങൾ പോലും നമ്മൾക്ക് ഓർത്തെടുക്കാൻ പ്രയാസപ്പെടും. അപ്പോൾ പരീക്ഷ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഈ 1:30 മണിക്കൂർ OMR പരീക്ഷ എന്ന് പറയുന്നതിന് അതിനെ അതിജീവിക്കുക, അതിൽ പരമാവധി മാർക്ക് നമ്മൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പരമാവധി സ്കോറിലേക്ക് എത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ വളരെ തെളിമയുള്ളൊരു മനസ്സാണ് വേണ്ടത്. തെളിമ ഉണ്ടാവണമെങ്കിൽ ടെൻഷൻ പരമാവധി കുറയ്ക്കണം. പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാവും, അത് 100% ഉറപ്പാണ്. പക്ഷേ ആ ഒരു ടെൻഷന് ഒരു സീമാതിർത്തി ഉണ്ട്. ആ സീമാതിർത്തി ലംഘിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം നമ്മൾ കഴിഞ്ഞ 1 വർഷമായി അല്ലെങ്കിൽ 2 വർഷമായി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് തീർച്ചയായും അതിൻ്റേതായ ഒരു ഉദ്വേഗം അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാവും. അത് ആ ഒരു സീമാതിർത്തി ലംഘിക്കാതിരിക്കാൻ ശ്രമിക്കുക, തെളിഞ്ഞ മനസ്സാക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി നമുക്ക് ഒരുപാട് ടെക്നിക്സുകൾ യൂസ് ചെയ്യാം. ആ തെളിമ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതാണ് പറഞ്ഞത്, വളരെ ചെറുതായിട്ട് ചിലപ്പോൾ നമ്മളൊന്ന് മറച്ചു നോക്കുമ്പോൾ 1-2 പ്രാവശ്യം നോക്കിപ്പോയ ഒരു കാര്യം പോലും ഓർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, തെളിമയില്ലാതെ വളരെ കാർമേഘം മൂടിക്കെട്ടിയ പോലുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മുടെ മനസ്സിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാമിനേഷൻ ഹാളിലിരുന്ന് വേർക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഞാനിപ്പോൾ UPയുടെ പരീക്ഷയാണ് ആദ്യം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് UPയുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഇതേ കാര്യം തന്നെ നമ്മൾ ഡേറ്റുകൾ മാത്രം മാറ്റി വെച്ചാൽ മതി. 6/7/2024 പകരം 20/7/2024 നമ്മുടെ LPSTയുടെ പരീക്ഷ. സമയമൊക്കെ അതേ തന്നെ രീതിയിലാണ്. അപ്പോൾ UP ആണ് ആദ്യം നടക്കുന്നത് 6/7/2024. അപ്പോൾ നമ്മൾ പരീക്ഷാ തീയതി ഒരു കാരണവശാലും മാറിപ്പോരുത്. 6/7/2024 അത് ഓർത്ത് വയ്ക്കുക. പഠിച്ച ആളുകളൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറക്കില്ല. എന്നാൽ നമ്മളുടെ ഉദ്വേഗങ്ങൾ കൊണ്ട് ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾക്ക് ചിലപ്പോൾ മാറി മറിഞ്ഞേക്കാം. അപ്പോൾ പരീക്ഷാ തീയതി എന്ന് പറയുന്നത് 6/7/2024 എന്നുള്ളതും കൂടി ഓർക്കുക. സമയം നമ്മുടെ ഹാൾ ടിക്കറ്റിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം 1:30 മുതൽ 3:30 വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഞാനതാണ് ആദ്യം പരീക്ഷ എഴുതുന്ന ആളുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആ രീതിയിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പരീക്ഷ എഴുതിയ ആളുകൾക്ക് ഇത് വളരെ ലളിതമായി തോന്നും. ഓരോ ആളുകളുടെയും മാനസിക സ്ഥിതി പല രീതിയിലാണ്. അപ്പോൾ ചില ആളുകൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പോലും വലിയ കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്
1:30 മണി മുതൽ 3:30 മണി വരെയാണ് നമ്മളുടെ സമയം അതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യം തന്നെ നമ്മളെ ഹാൾ ടിക്കറ്റിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് 30 മിനിറ്റ് ഫോർ വെരിഫിക്കേഷൻ ഓഫ് ID ആൻഡ് അഡ്മിഷൻ ടിക്കറ്റ്. അതായത് നമ്മൾ ഹാളിൽ 1:30 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് അതാണ്. 1:30 മണി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ PSCയുടെ കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റാണ്. നേരത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ സ്ഥിതിയിൽ ഇപ്പോൾ PSC വളരെ സ്ട്രിക്റ്റാണ്. 1:30 മണിക്ക് ശേഷം ആരെയും ഹാളിൽ കടക്കാൻ അനുവദിക്കില്ല. അപ്പോൾ പല ആളുകളെയും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ പറയുന്ന ഉദ്യോഗാർത്ഥികൾ തന്നെ പറയാറുണ്ട്, ചിലപ്പോൾ 1:35 ആയിട്ടുണ്ടാവും. ഹാള് ഗേറ്റ് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു കാരണവശാലും എത്ര കരഞ്ഞു പറഞ്ഞാലും തുറന്നു തരില്ല. അപ്പോൾ 1:30 മണി എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ ഇവിടെ 2 രീതിയിലെ ആളുകൾ വരും. ഒന്ന്, ചിലപ്പോൾ ജില്ലയൊക്കെ മാറി അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ മാറി ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ട ആളുകളാണെങ്കിൽ, നമ്മുടെ എക്സാമിനേഷൻ സെൻറ്റർ ഒരുപാട് ദൂരത്താണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജില്ലകൾ താണ്ടി യാത്ര ചെയ്യേണ്ട ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. തലേ ദിവസം തന്നെ പോയി നിൽക്കുന്നതായിരിക്കും ഉചിതം. ഒരുപാട് യാത്ര ഉണ്ടെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2-3 ജില്ലകൾ മാറി നമുക്കൊരു 100-150 കിലോമീറ്ററിന് മുകളിൽ യാത്ര ചെയ്ത് പോകാനുള്ള ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് നമുക്ക് എക്സാമിനേഷൻ സെൻറ്റർ കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തലേ ദിവസം തന്നെ അവിടെ പോയി നമ്മുടെ എക്സാമിനേഷൻ ഹാളിൻ്റെ അടുത്ത് എവിടെയെങ്കിലും പോയി നിൽക്കാം. അപ്പോൾ അതിനനുസരിച്ച് വായു പിടിക്കാതെ നമുക്ക് കാര്യങ്ങൾ ഒഴിവാക്കാം. ഒരുപാട് ദൂരമുള്ള കാര്യങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2-3 ജില്ലകളൊക്കെ മാറി യാത്ര ചെയ്ത് പോകേണ്ട ആൾക്കാരെ വേണമെങ്കിൽ തലേ ദിവസം തന്നെ എത്തുന്നതായിരിക്കും ഉചിതം. അപ്പോൾ നമുക്ക് രാവിലെ അല്ലെങ്കിൽ ഒരുപാട് നേരത്തെ എണീറ്റ് പിന്നെ വളരെ ഹറിബറി ആവണം. അപ്പോഴൊക്കെ അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഹറിബറികൾ നമ്മൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് അശാന്തതയിലേക്ക് പോവും, ആ ഒരു ഇംബാലൻസിലേക്ക് പോവും. ആ ഇംബാലൻസ് നമുക്ക് പാടില്ല. ബാലൻസ്ഡ് മൈൻഡായിരിക്കണം, തെളിഞ്ഞ കാര്യങ്ങളായിരിക്കണം. അതുകൊണ്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, തലേ ദിവസം തന്നെ അവിടെ പോയി നിൽക്കുക. ഇനി കുറച്ച് ദൂരമൊക്കെ ഉള്ള ഒരു 10-50 കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ സമയം കൃത്യമായി ഓർത്ത് വയ്ക്കുക. 1:30 മണിക്ക് ശേഷം യാതൊരു കാരണവശാലും നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്ററിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. 1:30 മണി എന്നുള്ളത് കറക്റ്റ് തന്നെയാണ്, കട്ട് ഓഫ് ടൈമാണ്. ഒരു 5 മിനിറ്റ് വൈകിയാൽ പോലും പിന്നെ നിങ്ങൾക്ക് അവിടെ കയറാൻ സാധിക്കില്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം ഓർത്ത് വയ്ക്കുക. 1:30 ഈസ് കട്ട് ഓഫ് ടൈം തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ എത്തിയിട്ടുണ്ടാവണം. പിന്നെ 1:30 മണി നമ്മളിവിടെ പറഞ്ഞു. ആദ്യത്തെ 30 മിനിറ്റ് നമ്മൾ ഹാളിൽ കയറിയിരുന്ന നമ്മളെ രജിസ്റ്റർ നമ്പർ ഡെസ്കിൽ എഴുതിയിട്ടുണ്ടാവും. ആ രജിസ്റ്റർ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യം പോകുമ്പോൾ എക്സാമിനേഷൻ ഹാളിൽ അല്ലെങ്കിൽ സെൻറ്ററിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ രജിസ്റ്റർ നമ്പർ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു 1:30 എന്നുള്ള ഷാർപ്പിലേക്ക് തന്നെ പോരുത്, നമ്മൾ കുറച്ച് നേരത്തെ എത്തുക. കാരണം നമുക്ക് ഹാള് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പഠിച്ച ആളുകളെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ വളരെ നേരത്തെ എത്തുക. നേരത്തെ എത്തി അവിടെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ റൂം ഏതാണെന്ന് കണ്ടുപിടിക്കണം. റൂം കണ്ടുപിടിച്ചിട്ട് ആ റൂമിലേക്ക് എത്തി നമ്മുടെ രജിസ്റ്റർ നമ്പർ ഡെസ്കിലാണ് എവിടെയാണോ എഴുതിയിട്ടിരിക്കുന്നത് വെച്ചാൽ അവിടെ എത്തണം. അപ്പോൾ ഈ സമയത്തൊക്കെ ഹറിബറി പിടിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു 1:25 എത്തി, പിന്നെ പാഞ്ഞു പോയി നമ്മൾ സെൻറ്ററിലെത്തി നമ്മൾ ഏതാണ് നമ്മളുടെ റൂം എന്നുള്ളത് കണ്ടുപിടിക്കണം. നമുക്കൊരു പരിചയമുള്ള സ്ഥലമായിരിക്കില്ല. പിന്നെ മറ്റുള്ള ആൾക്കാരോട് ചോദിക്കണം. പിന്നെ അവിടെ ഇവിടെയൊക്കെ പോയി ആകെ അശാന്തിയായിരിക്കും. ആകെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ മാനസികമായി നമ്മളാകെ തളരും. ആ തളർച്ച പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഠിച്ച ആളുകൾ തീർച്ചയായിട്ടും നേരത്തെ എത്തുക, ശാന്തമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. നേരെ പോയി നമ്മൾ അവിടെ സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരത്തെ കയറ്റി എത്തൂല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നു, നമ്മുടെ റൂം ഏതാണെന്ന് കണ്ടുപിടിക്കുന്നു, റൂം കണ്ടുപിടിച്ച് ആ റൂമിലേക്ക് എത്തുന്നു, നമ്മുടെ രജിസ്റ്റർ നമ്പർ നമ്മൾ അവിടെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നു. അത്രയും വളരെ ഒരു ഉദ്വേഗമൊന്നുമില്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രയും നമുക്ക് ആശ്വാസമാണ്. ഉദ്വേഗത്തോടു കൂടി കാര്യങ്ങളെ സമീപിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ എക്സാമിനേഷനെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ അരമണിക്കൂർ എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ OMR ഫില്ല് ചെയ്യാനും ആദ്യം നമ്മുടെ അഡ്മിഷൻ ടിക്കറ്റൊക്കെ അവർ പരിശോധിക്കും. അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് എത്തുമ്പോൾ കൈ കരുതേണ്ട കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അവർ ഒറിജിനൽ ID പ്രൂഫും അഡ്മിഷൻ ടിക്കറ്റൊക്കെ നമ്മൾ വാങ്ങി പരിശോധിക്കും. അപ്പോൾ അതൊക്കെ കൃത്യമായി കൊണ്ടുപോവുക. ആ പറയുന്ന രീതിയിൽ അതെല്ലാം പരിശോധിച്ച് പിന്നെ നമുക്ക് OMR തരും. OMRൻ്റെ ബാക്കി കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊരു 10-15 മിനിറ്റ് മതി, 10 മിനിറ്റോട് ധാരാളം മതി നമുക്ക് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ മനസ്സ് ശാന്തമാക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ള സമയം കൊണ്ട് കൃത്യം 1:55 ബെല്ലടിക്കുന്നതോടുകൂടി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും. 2 മണിക്ക് നമുക്കത് പൊട്ടിക്കാൻ പാടുള്ളൂ. 2 മണിക്ക് തൊട്ടിട്ട് നമുക്ക് പൊട്ടിച്ച് എഴുതാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. മാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കാണുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസൊക്കെ നോക്കാം. പക്ഷെ അതൊക്കെ ഒരു ശാന്തമായ മനോഭാവത്തോടു കൂടി ചെയ്യുക, അല്ലെങ്കിൽ ഇതെല്ലാം നമ്മളെ ബാധിക്കും.
അപ്പോൾ കൃത്യം 1:30 മുമ്പ് എത്താൻ നോക്കുക. 1:30 എന്നുള്ള കട്ട് ഓഫ് ടൈമാണ്. അത് ഞാൻ ലാസ്റ്റ് പോയി എത്തുന്ന ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ആവരുത്. നേരത്തെ തന്നെ എക്സാമിനേഷൻ സെൻറ്ററിൽ എത്തുക. അതിനനുസരിച്ച് നിങ്ങളുടെ യാത്രകൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ അടുത്ത പ്രദേശമാണ് ഒരു 25 അല്ലെങ്കിൽ എത്രയാണോ നിങ്ങളുടെ കിലോമീറ്റർ യാത്ര ചെയ്യാനുള്ളത് അത് ഇത്ര സമയം കൊണ്ട് എത്തും. അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്തുന്ന ദൂരമാണെങ്കിൽ നമ്മൾ 1 മണിക്കൂർ കൃത്യം കൈ പിടിച്ച് ഒരിക്കലും ഇറങ്ങരുത്. ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും ഇറങ്ങുക. കാരണം യാത്രാമധ്യേ നമുക്ക് ബ്ലോക്ക് വരാം, മറ്റെന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ വരാം. ഇതൊന്നും ചെവിക്കൊള്ളാൻ പോകുന്നില്ല. നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ബ്ലോക്കായി, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വണ്ടി പഞ്ചറായി, അങ്ങനെ പല കാര്യങ്ങളും വരാം. അങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പിന്നെ ഈ 1:30 ശേഷമാണ് അവിടെ എത്തിയിട്ട് സാർ അങ്ങനെ ആയതാണ് ഇങ്ങനെ ആയതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കയറ്റില്ല. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് എത്താൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ഒരു 3 മണിക്കൂർ മുമ്പ് പുറപ്പെട്ടോ. പഠിച്ചതല്ല ഇത്രയും. അപ്പോൾ ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും പുറപ്പെടുക. അപ്പോൾ നമുക്ക് ഹറിബറികളൊന്നും ഇല്ലാതെ, വലിയ വേഗതയൊന്നും ഇല്ലാതെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. നമ്മളെ കൂടെ കൊണ്ടുപോകുന്ന ആൾക്കാർക്കും ആ ഒരു പ്രശ്നം ആയാസരഹിതമായി കാര്യങ്ങൾ പറ്റും. അവിടെ എത്തി ഈ പറയുന്ന രീതിയിൽ ഹാള് കണ്ടുപിടിച്ച് നമ്മളെ റൂം ഏതാണെന്ന് കണ്ടുപിടിച്ച് നമ്മളെ രജിസ്റ്റർ നമ്പറൊക്കെ ചെക്ക് ചെയ്യാൻ ധാരാളം സമയം നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ഇപ്പോൾ 2 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് പോകേണ്ട സമയമാണെങ്കിൽ അതിന് ഒരു 2+3 ഒരു 2+2 അല്ലെങ്കിൽ 2+3 മണിക്കൂർ നമ്മൾ മുമ്പ് ഒരു 5 മണിക്കൂർ മുമ്പെങ്കിലും ഇറങ്ങുക. ആ രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഹറിബറികളെല്ലാം ഒന്നും ഇല്ലാതെ കാര്യങ്ങൾ നടക്കും. ഓക്കെ, ഇനി പരീക്ഷയ്ക്കായി കയ്യിൽ കരുതേണ്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് എക്സാമിനേഷൻ ഹാളിലേക്ക് കയറ്റാൻ സാധിക്കുള്ളൂ. 1 ഹാൾ ടിക്കറ്റ്, രണ്ടാമത്തെ കാര്യം ഒറിജിനൽ ഐഡൻറ്റിറ്റി പ്രൂഫ്, 2 ബോൾ പോയിൻ്റ് പെൻ. ഇനി ഓരോ കാര്യത്തിലേക്കായിട്ട് വരാം. ഹാൾ ടിക്കറ്റ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ അതിൽ 2-3 പേജുകൾ ഉണ്ടാവും. ഫുൾ എടുത്തോ, കുറയ്ക്കാനൊന്നും നിൽക്കണ്ട. ആദ്യത്തെ പേജ് മാത്രം ആക്കൊന്നും വേണ്ട, ഫുൾ എടുത്തോ. എന്തുകൊണ്ട് ഫുൾ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 15 മാർക്കിന് ഈ പറയുന്ന ഭാഗത്തു നിന്ന് ഗണിതത്തിൽ നിന്നോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധാരണഗതിയിൽ നമുക്ക് സ്ഥലം കിട്ടുക നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അവസാന ഭാഗത്തോ അല്ലെങ്കിൽ കുറച്ച് എംപ്റ്റി സ്പേസുകളൊക്കെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കണം, പിന്നെ മറിക്കണം, പിന്നെ മറിച്ച് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അവസാനം എത്തണം, പിന്നെ വീണ്ടും സംശയം തോന്നുമ്പോൾ വീണ്ടും തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് വരണം. അതൊന്നും വേണ്ട. ആ ഹാൾ ടിക്കറ്റ് 3 പേജ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡ് പ്രധാന ഹാൾ ടിക്കറ്റ് അല്ലാത്ത മറ്റേൻ്റെ 2 ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഗണിത ഭാഗങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ വെച്ച് വർക്കൗട്ട് ചെയ്യാൻ ഈ അഡ്മിഷൻ ടിക്കറ്റ് ഒന്ന് രണ്ടാമത്തെ 3-ാമത്തെ പേജ് ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്യാം. അത് കൊണ്ടുപോകുമ്പോൾ അവിടെ എഴുത്തൊന്നും പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും എഴുതി കൊണ്ടുവരുത്. ആ പറയുന്ന രീതിയിൽ പ്രിൻ്റ് എടുത്ത് അതേ രീതിയിൽ നിങ്ങൾക്ക് അത് ഹാളിൽ കയറ്റാം. കാരണം അതിൽ ഇൻസ്ട്രക്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് ചിലപ്പോൾ നമുക്ക് വായിച്ചു നോക്കേണ്ടി വരും. ആ ഇൻസ്ട്രക്ഷൻ നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ 3 പേജും പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗണിത ഭാഗങ്ങളുടെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ അഡ്മിഷൻ ടിക്കറ്റിൻ്റെ എംപ്റ്റി സ്പേസുകൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് എംപ്റ്റി സ്പേസിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാം എന്നുള്ളത് പ്രധാനപ്പെട്ട് കിട്ടുന്നൊരു ഗുണമാണ്. അതുകൊണ്ട് ഹാൾ ടിക്കറ്റ് ഫുള്ളായിട്ട് പ്രിൻ്റ് ചെയ്യുക. ഇനി ഒറിജിനൽ ഐഡൻറ്റിറ്റി പ്രൂഫാണ് വേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒറിജിനൽ ഐഡൻറ്റിറ്റി പ്രൂഫ്, കോപ്പിയല്ല, ഒറിജിനൽ ID പ്രൂഫ്. ഐഡൻറ്റിറ്റി കാർഡ്, ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, അങ്ങനെ നിങ്ങളുടെ ഫോട്ടോ പതിച്ച് അതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മുടെ ഹാൾ ടിക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു 15ഓളം കാര്യങ്ങളാണ് PSC അംഗീകരിച്ചിട്ടുള്ളത്. ഈ 15 കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഈ 15-ൽ ഏതെങ്കിലും ഒന്ന് മതി. ഈ 15-ൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് ഉപയോഗിക്കാം. അവിടെ നമ്മൾ അഡ്രസ്സ് വരും. അപ്പോൾ അഡ്രസ്സൊക്കെ നമ്മൾ ഹാൾ ടിക്കറ്റിലുള്ള അതേ അഡ്രസ്സായിട്ടുള്ള ID പ്രൂഫ് കരുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആധാറാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആധാർ, പെൺകുട്ടികൾക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരും. ചിലപ്പോൾ ചില എക്സാമിനേഴ്സ് അത് ചോദ്യം ചെയ്യാം. നമ്മൾ ആധാർ കൈ കരുതുമ്പോൾ ആധാറിലെ അഡ്രസ്സ് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സായിരിക്കും. നിങ്ങളിപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സൊക്കെ ഇതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ നമ്മുടെ ഹാൾ ടിക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ കാര്യങ്ങൾ എന്താണോ അഡ്രസ്സ് വന്നിരിക്കുന്നത് വെച്ചാൽ PSC പ്രൊഫൈലിൽ എന്താണോ അഡ്രസ്സ് വന്നിരിക്കുന്നത് വെച്ചാൽ അതേ രീതിയിലുള്ള ഐഡൻറ്റിറ്റി പ്രൂഫ് തന്നെ കൈ കരുതാൻ ശ്രമിക്കുക. അത് ഒറിജിനൽ വേണം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാം. വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി കാർഡ്, ആധാർ, അതുപോലെ തന്നെ ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ലൈസൻസൊക്കെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടാകുമ്പോൾ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് കൈ കരുതരുത്, ഒറിജിനൽ തന്നെ വേണം. പാൻ കാർഡ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് ഉപയോഗിക്കാം. അത് നമ്മൾക്ക് ഒറിജിനൽ തന്നെ കൊണ്ടുവരണം. പിന്നെ 2 പെൻ എപ്പോഴും കരുതുക. അപ്പോൾ പെന്ന് കരുതുമ്പോൾ നമ്മൾ പുതിയ പേനയാവരുത്. പുതിയ പേനയാകുമ്പോൾ നമുക്കൊരു ഫ്രിക്ഷൻ ഉണ്ടാവും. നമുക്ക് എഴുതുന്നതിനും ബബിൾ ചെയ്യുന്നതിനൊക്കെ ഒരു ഫ്രിക്ഷൻ വരും. കാരണം ഒരു പേന നമുക്കറിയാം
ഒന്ന് ഉപയോഗത്തിൽ, ഒരുപാട് ഉപയോഗിക്കല്ല, ഒന്ന് ഉപയോഗത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനൊരു തഴക്കം വരും. ആ തഴക്കം വരുന്ന രീതിയിൽ വന്ന ഒന്ന് എഴുതിയിട്ടുള്ള പേനകൾ, അല്ലാതെ ഫ്രഷ് പേനകൾ ഒരിക്കലും കൊണ്ടുപോയിട്ട് അവിടെ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. 2 പേനകൾ വാങ്ങിക്കുന്നത് ഒന്ന് ഉപയോഗിച്ചിട്ടുള്ള പേനകളാണെങ്കിൽ നമുക്ക് ലളിതമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് രണ്ടും ഒരേ കളറിൽ, ഒന്നില്ലെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക്. നമ്മളോട് ഇൻസിസ്റ്റ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ബ്ലൂ കളർ വേണം, ബ്ലാക്ക് കളർ വേണം. ഈ 2 കളറുകൾ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ബ്ലൂ ആണെച്ചാൽ ബ്ലൂവിൻ്റെ 2 പേന കൈ കരുതുക, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്കിൻ്റെ 2 പേന കൈ കരുതുക. ഓക്കെ അല്ലേ? അപ്പോൾ 2 പേന കൈ കരുതണം. അതൊന്ന് എഴുതി ഈ പറയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് അതിനൊന്ന് മയപ്പെടുത്തിയിട്ടുള്ളതായിരിക്കണം എന്നുള്ളതും കൂടി പ്രത്യേകം ഓർക്കുക. ബോൾ പോയിന്റ് പേനയാണെന്നുള്ളത് ഓർക്കണം. മഷി ഇതൊന്നുള്ള രീതിയിലുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരുത്. ബോൾ പെൻ പരക്കാത്ത രീതിയിലുള്ള, ചില ബോൾ പെൻ പെന്നുകളാണെങ്കിലും അതിൽ ആ മഷി ഇതായി കഴിഞ്ഞാൽ പരക്കും. അപ്പോൾ പരക്കാത്ത രീതിയിലുള്ള പെന്നുകൾ, മഷി പരക്കാത്ത രീതിയിലുള്ള പെന്നുകൾ വേണമെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വയ്ക്കുക. പിന്നെ കാൻഡിഡേറ്റ് ഷാൽ നോട്ട് ബ്രിങ് എനി ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്, മൊബൈലോ കാൽക്കുലേറ്ററോ റിസ്റ്റ് വാച്ച് പോലും സമ്മതിക്കില്ല. നമ്മുടെ ഇപ്പോൾ ഈ പറയുന്ന ഞാനിപ്പോൾ കൈ കിട്ടിയതുപോലെ ആധുനിക മോഡലല്ല, സാധാരണഗതിയിലുള്ള പഴയ വാച്ചുകളാണെങ്കിൽ പോലും അലോ ചെയ്യില്ല. അപ്പോൾ ഒരു കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ എക്സാമിനേഷൻ ഹാളിൽ ഈ ഹാൾ ടിക്കറ്റ്, ഒറിജിനൽ ഐഡൻറ്റിറ്റി പ്രൂഫ്, ബോൾ പോയിൻറ്റ് പെന്ന്, പിന്നെ ഒരു ചട്ട വേണമെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. അത് വേണമെങ്കിൽ മാത്രം മതി. കാരണം നമുക്ക് നമ്മുടെ അഡ്മിഷൻ ടിക്കറ്റിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അത് നിർബന്ധമൊന്നുമില്ല. അതല്ലാതെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ കാൽക്കുലേറ്ററോ മൊബൈലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഡീബാറിംഗ് ആണ് വരിക. മൊബൈൽ, കാൽക്കുലേറ്റർ, അതുപോലെ തന്നെ നമ്മുടെ റിസ്റ്റ് വാച്ചുകൾ, കാര്യങ്ങൾ ഒന്നും എക്സാമിനേഷൻ ഹാളിൽ കൊണ്ടുപോകാൻ പാടില്ല. അത് നമ്മൾക്ക് നമ്മളുടെ റൂമിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്കൊരു ക്ലോക്ക് റൂം ഇപ്പോൾ എല്ലാ ഭാഗത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പല ആളുകളും വാച്ചൊക്കെ കെട്ടി വരും, പല കാര്യങ്ങളും നമുക്ക് കയറ്റാൻ പറ്റില്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മളെ മണി പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒന്നും കയറ്റാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പിന്നെ നമ്മൾ പഠിക്കാനുള്ള പുസ്തകങ്ങൾ കൊണ്ടുപോകും. ഒറ്റയ്ക്കൊക്കെയാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം നമുക്ക് ആ സ്കൂളിലൊരു ക്ലോക്ക് റൂം തരും. ആ ക്ലോക്ക് റൂമിൽ നമ്മൾ അവിടെ കൊണ്ടുവയ്ക്കണം. അപ്പോൾ അതിനെല്ലാം സമയം വേണം. അതാ ഞാൻ പറഞ്ഞത്, 1.5 മണിക്ക് ഒരിക്കലും നേരിട്ട് പോകരുത്. ഈ സാധനങ്ങളെല്ലാം ആദ്യം നമ്മൾ റൂം ഐഡൻറ്റിഫൈ ചെയ്ത് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ട് വേണം നമ്മൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പ്രവേശിക്കാൻ. ഇതല്ലാതെ വേറൊരു സാധനങ്ങളും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുപോകാൻ, എക്സാമിനേഷൻ ഹാളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് പ്രധാനമായും മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. ഇനി നമുക്ക് OMRലേക്ക് വരാം. ഇതിൽ ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാവാം. ഇതിപ്പോൾ നമ്മൾ PSCയുടെ സൈറ്റിലുള്ള സ്പെസിമെൻ കോപ്പി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒറ്റ OMR ഷീറ്റേ നമുക്ക് തരുള്ളൂ. ഓൺലി 1 OMR ഷീറ്റ് വിൽ ബി പ്രൊവൈഡഡ്. അപ്പോൾ അത് ഫില്ല് ചെയ്യുന്നത് വളരെ കെയർഫുൾ ആയിരിക്കണം. പണ്ടൊക്കെ പരീക്ഷകൾക്ക് പോകുമ്പോൾ, ഇപ്പം ഞാനൊക്കെ പോരുന്ന കാലത്ത് നമ്മളിപ്പോൾ OMRൽ രജിസ്റ്റർ നമ്പർ എഴുതുന്ന സമയത്തൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് മാറ്റാൻ പറ്റാത്ത വിധത്തിലൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പണ്ട് നമുക്ക് ബാലൻസ് ആളുകൾ ചിലപ്പോൾ ഒരു ക്ലാസ്സിലേക്കുള്ള ആളുകൾ മുഴുവനൊന്നും വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതേ ആൽഫബറ്റുള്ള പേ കോഡാണെങ്കിൽ അതേ സാധനം തന്നെ നമുക്ക് തരുമായിരുന്നു പണ്ട്. ഇപ്പോൾ പക്ഷെ എന്താണ്, ഒരു കാരണവശാലും രണ്ടാമത് OMR ഷീറ്റ് തരികയില്ല എന്നുള്ളത് പ്രത്യേകം ഓർത്തു വെച്ചോ. ഒറ്റ OMR തരുള്ളൂ. അതിൽ കെയർഫുള്ളായിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. അത് ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും നമ്മൾക്ക് എന്ത് ചെയ്യില്ല, രണ്ടാമതൊരു OMR തരില്ല. നമ്മളെ ക്ലാസ്സിൽ വേറെ ആരെങ്കിലും ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും അവരത് എന്ത് ചെയ്യും, ഈ പറയുന്ന രീതിയിൽ ക്യാൻസൽഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വയ്ക്കുക. നമ്പർ കൃത്യമാക്കാൻ വേണ്ടിയിട്ടാണ്, തിരിമറികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരൊറ്റ OMR ഷീറ്റേ നമുക്ക് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ആ OMR ഷീറ്റ് കെയർഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമതൊരു പ്രാവശ്യം ഈ പറയുന്ന സാധനം തരില്ല. ഓക്കെ, അപ്പോൾ രണ്ടാമത് തരില്ല. ഇനി മേക്ക് ഷുവർ ദാറ്റ് ആൽഫബറ്റിക് കോഡ് ഇൻ ഡെസ്ക്, OMR ഷീറ്റ് ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആർ സെയിം. അപ്പോൾ നമ്മൾ ആദ്യം OMR ഷീറ്റ് തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളെ ഡെസ്കിൽ ABCD ഇതിൽ ഏതെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മളെ രജിസ്റ്റർ നമ്പറിൻ്റെ ഓർഡറിൽ. കാരണം 4 നമുക്ക് ആൽഫ ന്യൂമറിക്കൽ ABCD 4 ഓപ്ഷനാണ് വരിക. അപ്പോൾ ഒരേ ഇതുള്ള ആൾക്കാർ ഒരിക്കലും തൊട്ടടുത്ത് വരില്ല. കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് എഴുതാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ 2 ഡെസ്കിലാണെങ്കിൽ പോലും വളരെ അകലത്തിൽ മാത്രമേ നമ്മുടെ അതേ ആൽഫബറ്റിക് കോഡുള്ള ആളുണ്ടാവുള്ളൂ. ഒരിക്കലും നമുക്ക് ഇപ്പോൾ നമ്മളെ തൊട്ട് മുമ്പത്തെ ബെഞ്ചിൽ AB ആണെങ്കിൽ തിരിച്ച ഓർഡറിലാണ് അപ്പുറത്തുനിന്ന് വരിക. അപ്പോൾ ഒരിക്കലും നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ആളുകളുടെയും രജിസ്റ്റർ നമ്പറിൻ്റെ തത്തുല്യമായിട്ട് ഒരു ആൽഫബറ്റിക് കോഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന അപ്പോൾ നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ ഇൻവിജിലേറ്റർ വന്നു കഴിഞ്ഞാൽ OMR ചെയ്യുമ്പോൾ A,
ആദ്യം എക്കാരോട് എണീക്കാൻ പറയും, പിന്നെ ബിക്കാരോട് എണീക്കാൻ പറയും, പിന്നെ സിക്കാരോട് എണീക്കാൻ പറയും, പിന്നെ ഡിക്കാരോട് എണീക്കാൻ പറയും. അപ്പോൾ നമ്മുടെ രജിസ്റ്റർ നമ്പറിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ള അതേ ആൽഫബറ്റിക് കോഡ് തന്നെ ആ കോഡിലുള്ള ആൽഫ കോഡിലുള്ള ഇത് തന്നെയല്ലേ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. അത് എൻഷുവർ ചെയ്യണം. ചിലപ്പോൾ ഇൻവിജിലേറ്റർക്ക് മാറിപ്പോവാം, എ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ തരുമ്പോൾ ചിലപ്പോൾ ബി ആയിരിക്കും. അപ്പോൾ നമ്മളത് എൻഷുവർ ചെയ്യണം. ഇതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡെസ്കിലുള്ളത് എ ഓപ്ഷനാണ്, നമ്മളെ ആൽഫ കോഡ് എ ആണ്. അതുതന്നെ ആയിരിക്കണം നമ്മുടെ OMR ഷീറ്റ്. ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങുമ്പോൾ എന്താണ് അതേ ആൽഫ കോഡുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങണം, അപ്പോഴേ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ ആദ്യം നമ്മളോട് ഫില്ല് ചെയ്യാൻ പറയുക രജിസ്റ്റർ നമ്പറാണ്. അപ്പോൾ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് ഇവിടെ എഴുതിയാൽ കാണുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലാണ് എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ M എന്നുള്ളതായിരിക്കും അവിടെ വരിക, അല്ലെങ്കിൽ തൃശ്ശൂരാണെങ്കിൽ T എന്നുള്ളതാണ് വരിക. അത് ബബിളി ഒന്നും വേണ്ട, അത് ജസ്റ്റ് അവിടെ എഴുതിയാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ രജിസ്റ്റർ നമ്പർ വരുന്നത് ഇപ്പോൾ 196399 ആണെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എഴുതാനുള്ളത് 196399 എന്നുള്ളത് ആദ്യം അവിടെ എഴുതുക. പിന്നെ അത് ബബിൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒന്നുകൂടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതൊക്കെ ഒരു പ്രാവശ്യം കൂടി എൻഷുർ ചെയ്യുക. നമ്മുടെ ഹാൾ ടിക്കറ്റിൽ 196399 അല്ലേ എന്നുള്ളത് ഒന്നുകൂടി നോക്കിയിട്ട് അതാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. 196399 അങ്ങനെ ഓരോ സിംഗിൾ ഡിജിറ്റായിട്ട് എഴുതി പോയാൽ മതി. നമ്മൾ ഹാൾ ടിക്കറ്റ് നോക്കി എഴുതുക. പിന്നെ അതൊന്നുകൂടി എൻഷുർ ചെയ്യുക, അതന്നെയല്ലേ ഹാൾ ടിക്കറ്റിലും ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ക്ലാരിഫിക്കേഷനായി. പിന്നെ ഈ 1ലേക്ക് വരിക, ആ 1 ബബിൾ ചെയ്യുക. അതുപോലെ തന്നെ 9ലേക്ക് അത് ഫുള്ളായിട്ട് ബബിൾ ചെയ്യണം കേട്ടോ. പിന്നെ 9ലേക്ക് വരുമ്പോൾ 9 ബബിൾ ചെയ്യുക. അത് മാറിപ്പോരുത് ഒരിക്കലും, അതേ ഓർഡറിൽ വന്ന് ചെയ്യണം. അതിനാണ് ഞാൻ അതൊക്കെ കാണിക്കുന്നത്. 1 9, പിന്നെ ഈ 6ൻ്റെ ഓർഡറിലേക്ക് അതേ വന്നിട്ട് 6. പിന്നെ ഇങ്ങനെ ചെയ്യരുത്, ഞാനിപ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്, പുറത്തേക്ക് പോരുത്. കറക്റ്റ് ആ കോളം മുഴുവൻ ഫില്ലാവണം എന്നുള്ളത് മാത്രമാണ് നോക്കേണ്ടത്. 3ലേക്ക് വരിക, 3 കറക്റ്റ് ആ കോളം മാത്രം ഫില്ല് ചെയ്യുക. അപ്പോൾ ഇവിടെ എനിക്ക് സിസ്റ്റം ആയതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ 9ലേക്ക് വരുന്നു 9, പിന്നെ വീണ്ടും 9ലേക്ക് വരുന്നു 9. അത് മുഴുവൻ ഫില്ല് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടിയൊക്കെ ഒന്ന് എൻഷുർ ചെയ്ത് നോക്കുക. പിന്നെ സാധാരണഗതിയിൽ അടുത്ത ക്വസ്റ്റ്യൻ അല്ല കാര്യം എപ്പോഴും മാറിപ്പോവാറുണ്ട്. ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് എക്സാമിനേഷനും തമ്മിൽ മാറിപ്പോവാറുണ്ട്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ എഴുതുക. ഇപ്പോൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 10/5/1984 അത് എഴുതി വെക്കുക. നെയിം ഫോർ വിച്ച് ദ എക്സാമിനേഷൻ ഈസ് കണ്ടക്റ്റഡ്. അപ്പോൾ നമ്മൾ UPST UP സ്കൂൾ ടീച്ചർ UPST എന്നുള്ളത് എഴുതുക. അതിൻ്റെ കാറ്റഗറി നമ്പർ 707/2023 UP സ്കൂൾ ടീച്ചർ. എങ്ങനെയാണോ ഹാൾ ടിക്കറ്റിൽ വന്നു വെച്ചാൽ അപ്പോൾ അവിടെ UP സ്കൂൾ ടീച്ചർ എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ UP സ്കൂൾ ടീച്ചർ എന്ന് തന്നെ എഴുതി വെക്കുക. കാറ്റഗറി നമ്പറും കൂടി മെൻഷൻ ചെയ്യുക. ഓക്കെ, 707/2023. പിന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ 6/7/2024. കാര്യങ്ങൾ കൃത്യമായിരിക്കണം. അപ്പോൾ ഇവിടെ ഏറ്റവും ക്രൂഷ്യലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം രജിസ്റ്റർ നമ്പറാണ്. രജിസ്റ്റർ നമ്പർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ ബബിൾ ചെയ്തതിലെങ്ങാനും തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ ആകെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറയുന്നില്ല കൊണ്ടുപോകാനൊന്നും, പരമാവധി 99% തെറ്റിക്കാതിരിക്കുക. പരിഭ്രമങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഈ തെറ്റുകളൊക്കെ വരുന്നത്. പിന്നെ ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് OMR ഷീറ്റ് ഒരിക്കലും മാറ്റിക്കിട്ടില്ല. ബ്ലേഡിൻ്റെ ചെറിയ കഷ്ണം വെച്ച് ആ ഭാഗം ചുരണ്ടിയിട്ട് അത് റീഡ് ചെയ്യാത്ത കോലത്തിലാക്കുക. അത് മുറിഞ്ഞു പോകാനും പാടില്ല. അത് റീഡ് ചെയ്യാത്തത് ഇതൊക്കെ നമുക്കറിയാലോ, ഇതൊക്കെ ഒപ്റ്റിക്കൽ മാർക്ക് റീഡറാണ് ഇതെല്ലാം റീഡ് ചെയ്യുന്നത്. അപ്പോൾ ആ OMR റീഡ് ചെയ്യാത്ത രീതിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ 9 പകരം ഇപ്പോൾ ഇവിടെ 5 കൊണ്ട് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം പതുക്കെ ചുരണ്ടിയിട്ട് OMR റീഡ് ചെയ്യാത്ത രീതിയിലാക്കിയിട്ട് പിന്നെ 9 കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് വെക്കുക. അപ്പോൾ OMR റീഡ് ചെയ്യണം. അത് ഞാൻ എൻകറേജ് ചെയ്യുന്നില്ല. കൊണ്ടുപോകാം ഒരു കഷ്ണം ബ്ലേഡ്, ഒരു കാരണവശാലും തെറ്റിക്കാതിരിക്കുക. തെറ്റിക്കഴിഞ്ഞാൽ മക്കളെ പിന്നെ എന്താ അറിയോ, പിന്നെ നമുക്ക് ആകെ ടെൻഷനാവും. അയ്യോ തെറ്റിയില്ലോ, പിന്നെ നമുക്ക് ഒരു കാര്യവും ശരിയാവില്ല. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. ഇതൊക്കെ വളരെ വൈറ്റലാണ്. എത്ര പഠിച്ചു വെച്ചാലും ഈ രജിസ്റ്റർ നമ്പർ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങൾ അസാധുവായി. അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായ പരിശ്രമത്തിൽ ചെയ്യുക. അതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ ഇത്രയും കാര്യമായിട്ട് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ രജിസ്റ്റർ നമ്പർ ഒരു കാരണവശാലും മാറിപ്പോരുത്. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കറക്റ്റായിട്ട് എഴുതുക. ഡേറ്റ് ഓഫ് എക്സാമിനേഷനും തമ്മിൽ മാറിപ്പോരുത്. പിന്നെ നെയിം ഓഫ് പോസ്റ്റ് ഫോർ എക്സാമിനേഷൻ കണ്ടക്റ്റഡ് UP സ്കൂൾ ടീച്ചർ, കാറ്റഗറി നമ്പർ 707/2023 എന്നുള്ളത് തന്നെ എഴുതി വയ്ക്കുക. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ 6/7/2024 കറക്റ്റ് എഴുതി വയ്ക്കുക. പിന്നെ ആൽഫ ന്യൂമറിക് കോഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് ഡെസ്കിൽ നമ്മുടെ രജിസ്റ്റർ നമ്പറിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന അതേ കോഡ് തന്നെയല്ലേ എന്നുള്ളത് എൻഷുവർ ചെയ്യുക. അതേ കോഡ് തന്നെയല്ലേ എന്നുള്ളത് നമ്മൾ എൻഷുവർ ചെയ്യണം. ഓക്കെ,
അപ്പോൾ അത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ OMR ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇത് ഒരു പരിഭ്രമത്തിൻ്റെ ആവശ്യമില്ല. ആകെ 1, 2, 3, 4 കാര്യങ്ങളെ ഫില്ല് ചെയ്യാനുള്ളൂ. പിന്നെ ഇത് എൻഷുർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. 4 കാര്യങ്ങളേ ഉള്ളൂ. വളരെ സാവധാനത്തിൽ ചെയ്താൽ മതി. അരമണിക്കൂർ ഇതിന് സമയം തരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇൻവിജിലേറ്റർ നമ്മുടെ ഹാൾ ടിക്കറ്റും നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂഫൊക്കെ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യും. പിന്നെ OMR തരും. ഇഷ്ടംപോലെ സമയമുണ്ട്. സമയമെടുത്ത് ചെയ്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ രജിസ്റ്റർ നമ്പർ കൃത്യമായി ഫില്ല് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത്, നെയിം ഓഫ് പോസ്റ്റ്, പിന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, ആൽഫ ന്യൂമറിക് കോഡ് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. ഇത്രയേ ഉള്ളൂ OMR ഫില്ല് ചെയ്യാൻ കേട്ടോ. വേറെ ഒന്നുമില്ല. വളരെ സിമ്പിളാണ്. ഒരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. രജിസ്റ്റർ നമ്പറൊന്നും ഒരു കാരണവശാലും തെറ്റിക്കരുത്. ഒരു കാര്യം തെറ്റിച്ച് പോകരുത് കേട്ടോ. കാരണം നമുക്ക് OMR ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു പ്രാവശ്യമേ കിട്ടുള്ളൂ, രണ്ടാമത് മാറ്റി തരില്ല. പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ഡെസ്കിലുള്ളതും നമുക്ക് കിട്ടുന്ന OMR ഷീറ്റും നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ആൽഫ കോഡ് ഒന്ന് തന്നെ അല്ലേ എന്നുള്ളത് പരിശോധിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളായല്ലോ. OMR ഫില്ല് ചെയ്യാൻ റെഡിയായല്ലോ. ഇനി തലേ ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മനസ്സ് വളരെ ശാന്തമാക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. വളരെ തെളിഞ്ഞ മനസ്സോട് കൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ നമുക്ക് ചെറുതായി പഠിച്ചു പോയ കാര്യങ്ങൾ പോലും നമുക്ക് ഓർമ്മ കിട്ടും. ഒരു തെളിമയില്ലാതെ കാർമേഘം മൂടിയ പോലെയാണ് നമ്മുടെ മനസ്സെങ്കിൽ നമ്മൾ കൃത്യമായി പഠിച്ചു വെച്ചത് പോലും നമുക്ക് സംശയങ്ങളാവും. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഇത് ഞാൻ ആദ്യം തന്നെ ഡേറ്റ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, മറ്റ് ജില്ലകളിലുള്ള ഒരുപാട് യാത്രയൊക്കെ ചെയ്തു പോകേണ്ടവർ തലേ ദിവസം അവിടെ എത്തി വിശ്രമിച്ച് കാര്യങ്ങൾ സമീപിക്കുന്നതായിരിക്കും നല്ലത്. അന്നേ ദിവസം യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ അന്നേ ദിവസം ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നമ്മളുടെ വീട്ടിൽ നിന്നും 1 മണിക്കൂറാണെങ്കിൽ ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും ഇറങ്ങുക. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു 2 മണിക്കൂർ അഡീഷണൽ കൈ കരുതുക. ഒരു 2 3 ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2 മണിക്കൂറാണെങ്കിൽ വേണമെങ്കിൽ 5 മണിക്കൂർ മുമ്പ് ഇറങ്ങിക്കോ. നേരത്തെ എത്തിയോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അത്രയും വായു പിടിക്കാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എക്സാം സെൻറ്റർ മറ്റ് ജില്ലകളിലുള്ളവർ അതിനനുസരിച്ച് ക്രമീകരിക്കുക. അന്നേ ദിവസം യാത്ര ചെയ്ത് എത്താൻ പറ്റുന്ന ആളുകൾ സമയം ഞാൻ പറഞ്ഞു 1:30 മണിയൊന്നും ആക്കരുത്. ഒരു 12:30 ആകുമ്പോഴേക്കെങ്കിലും നമ്മൾ അവിടെ എത്തുക. അപ്പോൾ നമുക്ക് വളരെ ശാന്തമായി കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ റൂം ഏതാണെന്ന് കണ്ടുപിടിക്കാം. നമ്മൾ രജിസ്റ്റർ നമ്പർ അവിടെ പോയി നോക്കാം. അതിനനുസരിച്ച് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ക്ലോക്ക് റൂമിലേക്ക് മാറ്റി വളരെ ശാന്തമായ മനോഭാവത്തോടു കൂടി നമുക്ക് പോകാൻ സാധിക്കും. ഇനി എക്സാമിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം തലേ ദിവസം തന്നെ ഒരുക്കി വെക്കുക. അന്ന ദിവസം എടുത്തിട്ട് വാരി വലിച്ച് എടുക്കാൻ നിൽക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഹാൾ ടിക്കറ്റ് അത് ഫുൾ സെറ്റ് വേണം. മുഴുവൻ നമ്മൾ ആ പ്രിൻ്റ് ഔട്ട് മുഴുവൻ എടുത്തോ. കാരണം ഞാൻ പറഞ്ഞില്ലേ അത് മാത്സിന് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ ഹാൾ ടിക്കറ്റ്, 2 പേന, ഐഡൻറ്റിറ്റി പ്രൂഫ് ഒന്നോ 2 കൈ കരുതിക്കോ. അതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡും ആധാറും കൈ കരുതിക്കോ. ഒറിജിനൽ തന്നെ വേണം. ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഒരു ഫയലിൽ എടുത്ത് കൃത്യമാക്കി വെക്കുക. അടുത്ത ദിവസം ജസ്റ്റ് എടുത്ത് പോകാവുന്ന രീതിയിൽ നേരത്തെ റെഡിയാക്കി വെക്കുക കേട്ടോ. തലേ ദിവസം തന്നെ. തലേ ദിവസം പോകേണ്ട ആൾക്കാരാണെങ്കിൽ അതെന്ത് ചെയ്യുക, അതിന് മുമ്പത്തെ ദിവസം റെഡിയാക്കി വെച്ച്, അല്ലെങ്കിൽ അന്ന് സമയം കിട്ടും. കാരണം അന്ന് നമുക്ക് എക്സാമിനേഷൻ ഡേ ഒന്നുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ദിവസം രാവിലെ കൃത്യമായിട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് പോവുക. അടുത്ത ദിവസം എക്സാമിനേഷൻ ഡേയിൽ പോകുന്ന ആൾക്കാരിതെല്ലാം തലേ ദിവസം എടുത്ത് വെക്കുക. പിന്നെ പഠിച്ചാലും തീരാനൊന്നും പോകുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കുക. എത്ര സമയം കിട്ടിയാലും നിങ്ങൾക്ക് തോന്നും ഒരു 10 ദിവസം കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം മലമറിച്ച് റെഡിയാക്കിയേനെ എന്നുള്ളത്. അതൊക്കെ വെറും തോന്നലുകൾ മാത്രമാണ്. നമ്മളുടെ മാക്സിമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാം. ഒരു മത്സര പരീക്ഷയ്ക്ക് എത്ര സമയം കൂടുതൽ അനുവദിച്ചു തന്നാലും ഇത് മുഴുവൻ തീർത്തിട്ടൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പോൾ പഠനം നേരത്തെ തലേ ദിവസം, ഇപ്പോൾ ഞാൻ എക്സാമിനേഷൻ ഡേയിൽ പോകുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്, പഠനം നേരത്തെ നിർത്തുക. എന്നിട്ട് മതിയായ ഉറക്കം നമ്മൾ ലഭിക്കുന്ന രീതിയിൽ ഒരു 6-7 മണിക്കൂർ, ഒരു 7 മണിക്കൂറൊക്കെ പിടിച്ചോ. നല്ല ഉറങ്ങിക്കോ. നല്ല ശാന്തമായിക്കോട്ടെ കാര്യങ്ങളെല്ലാം. അപ്പോൾ നല്ല ഉറക്കം കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾക്ക് അനുസരിച്ച് പ്ലാൻ ചെയ്യുക. പഠനമൊക്കെ നേരത്തെ നിർത്തുക. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് പഠിച്ച് തീരൊന്നുമില്ല, അത് ഉറപ്പാണ്. പിന്നെയും ഇങ്ങനെ തോന്നും ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ നേരത്തെ പഠിച്ച് അതിനനുസരിച്ച് കാര്യങ്ങൾ ചാർട്ട് ചെയ്യുക. നേരത്തെ പഠനം നിർത്തി നല്ല രീതിയിൽ ഉറക്കം ഉണ്ടാക്കുക. നല്ലൊരു ഉറക്കം എന്ന് പറയുമ്പോൾ നല്ലൊരു വിശ്രമം തന്നെയാണ് ഉറക്കം എന്ന് പറയുന്നത്. പിന്നെ നെഗറ്റീവ് ചർച്ചകൾ പരമാവധി തലേ ദിവസം നമ്മൾ ഒഴിവാക്കുക കേട്ടോ. നെഗറ്റീവ് ചർച്ചകളും പരമാവധി ഒഴിവാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുത്തു വെക്കേണ്ട കാര്യങ്ങൾ എടുത്തു വെക്കുക. നേരത്തെ പഠനം അവസാനിപ്പിക്കുക. നെഗറ്റീവ് ചർച്ചകൾ പരമാവധി ഒഴിവാക്കുക. അപ്പോൾ ഈ തലേ ദിവസമൊക്കെ നമുക്ക് കറണ്ട് അഫയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ, പിന്നെ നമ്മൾ മാത്സിൻ്റെ ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യാം, അതിൻ്റെ ഇക്വേഷൻസ്, അതുപോലെ നമ്മളുടെ വൊക്കാബുലറി സെക്ഷൻ, ഇംഗ്ലീഷിലെ വൊക്കാബുലറി സെക്ഷൻ, മലയാളത്തിലെ വൊക്കാബുലറി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ പരിഗണന കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ?
വൊക്കാബുലറി ഒക്കെ നമുക്ക് ഒന്നുകൂടി റീടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ കുറച്ചുകൂടി കൂടും. അപ്പോൾ മലയാളം, ഇംഗ്ലീഷ് വൊക്കാബുലറി, അതുപോലെ കറണ്ട് അഫയേഴ്സ്, മാത്സിൻ്റെ ഈ പറയുന്ന രീതിയിൽ ഷോർട്ട് കട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഓടിച്ചു പോകാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം തലേൻ്റെ ദിവസവും തലേ ദിവസമൊക്കെ ആയിട്ട് ക്രമീകരിക്കുക. ഓക്കെ, പരീക്ഷാ ദിവസം നേരത്തെ എഴുന്നേൽക്കുക. ഞാൻ പറഞ്ഞു യാത്രയ്ക്ക് നമ്മൾക്ക് ഓരോ ആളുകൾക്കും ഓരോ രീതിയിലായിരിക്കും. 1 മണിക്കൂർ യാത്ര ചെയ്ത് എത്താവുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞു ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും ഇറങ്ങുക. ഇപ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന രീതിയിൽ 1 മണിക്കൂർ എന്ന് വെച്ചിട്ട് നമ്മൾ 1 മണിക്ക് എന്നുള്ള രീതിയിൽ 12 മണിക്ക് ഇറങ്ങണ്ട, നിങ്ങൾ 10 മണിക്ക് തന്നെ ഇറങ്ങിക്കോ. ആ രീതിയിൽ അതിനനുസരിച്ചൊക്കെ നേരത്തെ എണീക്കുക. വാരി വലിച്ചൊരിക്കലും പഠിക്കാൻ നിൽക്കണ്ട. പെട്ടെന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പോരാൻ നോക്കുക. അല്ലാതെ രാവിലെ എണീറ്റിട്ട് പിന്നെയും കുറേ പുസ്തകം മറിച്ച് നോക്കുക, അതൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് എക്സാമിനേഷൻ ഹാളിലേക്ക് എത്തുക. ആ രീതിയിൽ നേരത്തെ എഴുതേക്കുക. വാരി വലിച്ച് ഒരിക്കലും പഠിക്കരുത് അന്നത്തെ ദിവസം. വാരി വലിച്ച് കാര്യങ്ങളെ സമീപിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താവും, നമുക്ക് ഈ പറയുന്ന രീതിയിൽ ടെൻഷൻ കൂടും കേട്ടോ. പിന്നെ നമ്മൾ എക്സാമിനേഷൻ സെൻറ്ററിൽ കുറച്ച് നേരത്തെയൊക്കെ നമുക്ക് എപ്പോഴും അവിടെ നേരത്തെ എത്തുക എന്നുള്ളതാണ്. കാരണം മഴക്കാലമാണ്, പലവിധ പ്രതിസന്ധികളും വരാം, ബ്ലോക്ക് വരാം, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാം. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങളെല്ലാം, നമ്മുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്ത് ഉടൻ തന്നെ എക്സാമിനേഷൻ സെൻറ്ററിലേക്ക് പോകുന്ന രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. കുറച്ച് നേരത്തെ എത്തിക്കൊണ്ട് പ്രശ്നമൊന്നുമില്ല. അവിടെ എത്തിക്കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ആശ്വാസമാണ്. മറ്റത് ഇവിടെ പഠിക്കുകയും ചെയ്യും, അവിടെ എത്തിയിട്ടുമില്ല, ഇനി കുറേ ദൂരം പോകാനുണ്ട്, അതൊക്കെ ആലോചിച്ച ആശങ്കകളായിരിക്കും. അപ്പോൾ എക്സാമിനേഷൻ സെൻറ്ററിൽ അങ്ങനെ നമ്മൾ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പരിചയമുള്ള ആളുകളെ കാണാം, ചിലപ്പോൾ വേറെ ആളുകളെ കാണാം. അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക കേട്ടോ. ചിലപ്പോൾ അവർ ചോദിക്കും ഇത് പഠിച്ചില്ലേ, മറ്റേ ക്വസ്റ്റ്യൻ അത് ഉണ്ടോ, അതറിയോ, മറ്റേതറിയോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അയ്യോ ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല. ആകെ പെൺകുട്ടികളാണ് കൂടുതൽ എഴുതുക പരീക്ഷ. അപ്പോൾ ആകെ ഇതായിരിക്കും പിന്നെ ഒരു അവസ്ഥ, അയ്യോ അതൊന്നും എനിക്കറിയില്ലല്ലോ, ഇതൊക്കെ ചോദിക്കുമോ, ഇതൊന്നും എനിക്ക് അറിയുന്നില്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് അനാവശ്യ സംസാരങ്ങൾ പരമാവധി ഒഴുക്കുക. ചെറിയ രീതിയിലുള്ള പഠനം, ഞാൻ ഈ പറഞ്ഞതുപോലെ കറണ്ട് അഫയേഴ്സ്, ഈ പറയുന്ന രീതിയിൽ നമ്മുടെ മലയാളം, ഇംഗ്ലീഷ് വൊക്കാബുലറി, പിന്നെ ഈ പറയുന്ന രീതിയിൽ ഇക്വേഷൻസ്, അങ്ങനെയുള്ള ചെറിയ രീതിയിൽ മനസ്സിന് ആശങ്ക കൊടുക്കാവുന്ന രീതിയിലുള്ള പഠനം മാത്രം മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മനസ്സ് ക്ലിയർ ആക്കാൻ കണ്ണടച്ച് ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് വലിക്കുക, അതേപോലെ പതുക്കെ പുറത്തേക്ക് വിടുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. വേറെ പ്രത്യേകിച്ച് യോഗ ടെക്നിക്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ചെയ്യാം. ഒന്നും ചെയ്യാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ് കണ്ണടച്ച് ഒരു ചിന്തകളും വരാതെ നല്ല രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. എന്നിട്ട് ഒന്ന് പിടിച്ചു വെക്കുക. എന്നിട്ട് ആ പിടിച്ചു വെച്ചിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് പതുക്കെ റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡി തന്നെ റിലാക്സ് ആവും, നമ്മുടെ മൈൻഡ് റിലാക്സ് ആവും, തലയൊക്കെ റിലാക്സ് ആവും. ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം കേട്ടോ, അന്നേ ദിവസം. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ശ്വാസം നല്ലോണം ഉള്ളിലേക്ക് വലിക്കുക, കുറച്ച് നേരം അവിടെ അങ്ങനെ പിടിച്ചു വെക്കുക. പിന്നെ പതുക്കെ ഈ പറയുന്ന രീതിയിൽ ശ്വാസം പുറത്തേക്ക് വിടുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മൈൻഡ് റിലാക്സ് ചെയ്യും. അനാവശ്യ രീതിയിലുള്ള സംസാരങ്ങൾ പരമാവധി ഒഴിവാക്കുക കേട്ടോ. മനസ്സ് പോസിറ്റീവ് ആവാനുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി എക്സാമിൻ്റെ സമയത്ത് കുറേ കാര്യങ്ങൾ മക്കളെ ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു നമ്മൾ ഹാളിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ OMR തരും. ആദ്യം നമ്മുടെ അഡ്മിഷൻ ടിക്കറ്റൊക്കെ ഇതാക്കും, നമ്മളെ കൊണ്ട് സൈനൊക്കെ ചെയ്യിക്കും, ആ ഭാഗത്ത് സൈനൊക്കെ ചെയ്യും. ഇൻവിജിലേറ്റർ ഇവിടെ സൈൻ ചെയ്യാനുള്ള ഭാഗമുണ്ട് കേട്ടോ, അതൊക്കെ അവർ ചെയ്യും. പിന്നെ OMR ഒരിക്കലും ഉള്ളിലേക്ക് മടക്കരുത്, എഴുതിയോടത്തേക്ക് മടക്കരുത്. അപ്പോൾ മഷി തമ്മിൽ പരക്കാൻ സാധ്യതയുണ്ട്. അവസാനം നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കണം, അത് ഞാൻ നേരത്തെ പറയാൻ പറഞ്ഞു. അപ്പോൾ പുറത്തേക്ക് ചെയ്താൽ മതി, അപ്പോൾ മഷി തമ്മിൽ കൂടിക്കളരില്ല. ഇങ്ങനെ ഉള്ളിലേക്ക് ചെയ്യരുത്, പുറത്തേക്ക്. ഇതിപ്പോൾ പുറത്തേക്ക് അങ്ങ് ചെയ്യുമ്പോൾ തമ്മിൽ മഷി എവിടെയും മുട്ടാനില്ല. ആ രീതിയിൽ ആരും തന്നെ ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവസാനം ആകുമ്പോൾ മുറിക്കാൻ എളുപ്പമാണ്. ഒരിക്കലും മുറിക്കരുത്, മുറിച്ച് കഴിഞ്ഞാൽ ഒരു കച്ചറുണ്ടാക്കും കേട്ടോ. ഒരു കാരണവശാലും പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് സംഭവം രണ്ടും 2 പാർട്ടാക്കി ഒരിക്കലും വെക്കരുത്. നമുക്കതെന്ത് ചെയ്യാം, പുറത്തേക്കൊന്ന് ബെൻഡ് ചെയ്യാം. ഉള്ളിലേക്ക് ബെൻഡ് ചെയ്യുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിതെല്ലാം ഫില്ല് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ഉള്ളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മഷി തമ്മിൽ കൂട്ടിമുട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുറത്തേക്ക് മടക്കിയാൽ മതി. പുറത്തേക്ക് മടക്കിയിട്ട് ഒന്ന് ഇതാക്കി വെച്ചിട്ട് ഒന്നുകൂടി നിവർത്തി വെക്കുക. അപ്പോൾ നമുക്ക് പരീക്ഷ കഴിയാനുള്ള സമയത്ത് കട്ട് ചെയ്ത് കൊടുക്കാൻ എളുപ്പമുണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളും ഇതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ അതൊക്കെ കൈ കിട്ടുന്നതിന് മുമ്പ് ഈ പറയുന്ന രീതിയിൽ ഒന്നുകൂടി ശ്വാസം ഉള്ളിലേക്ക് വലിച്ചോ. എന്നിട്ട് ഈ പറയുന്ന രീതിയിൽ ഒന്ന് ബ്രത്ത് കൺട്രോൾ ചെയ്തോ. ആ ബ്രത്ത് കൺട്രോൾ ഇനി ഞാനത് മാത്രമേ പറയുള്ളൂ, ചെയ്യാനുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. നല്ലോണം ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, ഒന്ന് അവിടെ പിടിച്ച് വെക്കുക, പതുക്കെ പുറത്തേക്ക് വിടുക. അത് ചെയ്തതിന് ശേഷം മാത്രം OMR ഫില്ല് ചെയ്യാൻ തുടങ്ങിയാൽ മതി. അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആകെ കൂടിയൊരു ഇത് വരും. എന്നിട്ട് ഫില്ല് ചെയ്ത് കിട്ടിയിട്ടും സമയം കിട്ടും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്ന വരെ സമയം ഉണ്ടാവും. ആ സമയത്തും ഈ റിലാക്സേഷൻ ടെക്നിക്സ് പരമാവധി ചെയ്തോട്ടോ. അങ്ങനെ മൈൻഡിനെ പരമാവധി ക്ലിയർ ആക്കി വെച്ചോ. അതിൻ്റെ ബെനിഫിറ്റ് 100% കിട്ടും. ചെറുതായി പഠിച്ചു പോയ കാര്യങ്ങൾ പോലും നമുക്ക് ഓർമ്മയിൽ കിട്ടും എന്നുള്ളതാണ് ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്.
പിന്നെ എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് നമ്മളെ കട്ട് ഓഫ് എന്തായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ ഇവിടെ വന്ന കട്ട് ഓഫ് 64 മാർക്കാണ്. തവണ അതിലൊന്നും നിൽക്കില്ല, ഒരു 75 മാർക്ക് പിടിക്കണം. ഒരു കാരണവശാലും മനസ്സിൽ അങ്ങനെ ഒരു മാർക്ക് പതിപ്പിച്ച് പോകരുത്. കാരണം PSC വേണ്ട മറ്റെല്ലാ കാര്യങ്ങളും സുതാര്യമാണ്. എക്സാമിനേഷൻ എങ്ങനെയാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. മേ ബി ദ എക്സാമിനേഷൻ ഈസ് വെരി ടഫ്, അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ എക്സാമിനേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ ഈസി എക്സാമിനേഷൻ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രൊജക്ഷൻ നമ്മൾ പോയി. കഴിഞ്ഞ പ്രാവശ്യം 62 മാർക്കാണ്. അപ്പോൾ ഇത്തവണ ഒരു 72 മാർക്കെങ്കിലും വേണം കട്ട് ഓഫ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ച് പോയപ്പോൾ ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒന്നാമത് റാങ്ക് വാങ്ങിയ കുട്ടിക്ക് OMR കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ 69 മാർക്കായിരിക്കും. അപ്പോഴാണ് നമ്മൾ ഈ 72 പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ എന്താ ഉണ്ടാവുക? അയ്യോ ഇതൊക്കെ ഭയങ്കര ടഫാണ്, അതോ 72ലേക്കൊന്നും എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു വാരി വലിച്ച് എഴുതി അങ്ങ് നെഗറ്റീവ്സ് അങ്ങോട്ട് കയറ്റും. അപ്പോൾ ഒരു കാരണവശാലും പ്രിപ്പയർ ആക്കിയിട്ട് ഒരു മാർക്ക് മനസ്സിലുണ്ടാക്കരുത്. എക്സാമിനേഷൻ്റെ രീതിക്ക് അനുസരിച്ചാണ് അത് വരിക. വളരെ ടഫാണെങ്കിൽ അതിനനുസരിച്ച് കട്ട് ഓഫും കാര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാണെങ്കിൽ കുറയാം. പിന്നെ നമുക്ക് ഇത്തവണ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഇത് കട്ട് ഓഫിനൊക്കെ നിർണ്ണയിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കാരണവശാലും മൈൻഡിൽ ഒരു മാർക്ക് പ്രിപ്പയർ ചെയ്തിട്ട് പോകരുത്. എക്സാമിനേഷൻ ചിലപ്പോൾ ടഫായിരിക്കാം, മോഡറേറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഈസി എക്സാമിനേഷൻ ആയിരിക്കാം. അതുകൊണ്ട് ഒരിക്കലും ഒരു കണക്ക് നമ്മളങ്ങനെ കണക്കിൽ ഇത് വെച്ച് വെക്കരുത്. അപ്പോൾ ഡു നോട്ട് സെറ്റ് എ മാർക്ക് ഇൻ മൈൻഡ്. പരീക്ഷയ്ക്കനുസരിച്ച് ഈ പറയുന്ന കട്ട് ഓഫും നമ്മൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലെ മാക്സിമത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ പരമാവധി നെഗറ്റീവ്സ് ഒഴിവാക്കുക. നെഗറ്റീവ് ഇപ്പോൾ 1-2 ഒക്കെ വരും. ഇപ്പോൾ ഒരു UP പോലെ ഒരു പരീക്ഷയ്ക്കൊക്കെ നമുക്കൊരു 5 5 താഴെയോ 5 പറയുന്നില്ല, ഒരു 2-3 എത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ കൂടുതൽ നെഗറ്റീവ്സ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരിക്കലും ഒരു ഇത്രയാണ് ഒരു മാർക്ക് ഞാൻ വാങ്ങേണ്ടതെന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഒരിക്കലും പോകരുത്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ എക്സാമിനേഷൻ ടഫാണെങ്കിൽ ഞാനതാ പറഞ്ഞു, ഒന്നാമത്തെ റാങ്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിക്ക് ചിലപ്പോൾ OMR എഴുതി കിട്ടിയ മാർക്ക് ചിലപ്പോൾ 69 അപ്പോഴാണ് നമ്മൾ ഈ 72 പിടിച്ച് പോകുന്നത്. അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അതിനനുസരിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഡ്യൂറിങ് സ്കിപ്പിംഗ് ക്വസ്റ്റ്യൻ ഓർഡർ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ ബബിൾ ചെയ്ത് വന്നു. ഇപ്പോൾ ഞാൻ മുഴുവനൊന്നും ബബിൾ ചെയ്യുന്നില്ല, പല ഭാഗത്ത് ഇങ്ങനെ ബബിൾ ചെയ്ത് ഇങ്ങനെ വന്നു. അപ്പോൾ ആദ്യത്തെ സെറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് മുഴുവൻ അറിയാവുന്നതായിരുന്നു, അത് മുഴുവൻ ബബിൾ ചെയ്തു. 6ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയപ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആണ്, അത് നമുക്ക് എഴുതാൻ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് വട്ടിട്ട് വയ്ക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവും. 7ാമത്തെ ക്വസ്റ്റ്യനാണ് വായിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഉദ്വേഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ 6 കൊണ്ട് ഇങ്ങനെ കറപ്പിക്കും. 7ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എഴുതുന്നുണ്ടാവുക, അത് 6 കൊണ്ട് കറപ്പിക്കും. പിന്നെ അങ്ങനെ പോവും. ചിലപ്പോൾ ഒരു 5-8 എണ്ണം കഴിയുമ്പോഴൊക്കെയാണ് നമ്മൾ കാണുക. അതുകൊണ്ട് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ 6ാമത്തെ ചോദ്യം സ്കിപ്പ് ചെയ്തു, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വട്ടിട്ട് വെച്ചു. അടുത്തത് 7 വായിക്കുന്നത്. 7 ക്വസ്റ്റ്യൻ വായിച്ചു. 7 എന്നുള്ളത് ഇവിടെ നോക്കി 7ൻ്റെ ഭാഗത്ത് തന്നെ കറപ്പിക്കാൻ ശ്രമിക്കണം. സ്കിപ്പ് ചെയ്യുമ്പോൾ പല ആളുകൾക്കും ഇതേ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റാങ്ക് ഹോൾഡർ ആയിരിക്കുമെന്ന് വിചാരിച്ച ആളുകൾ പോലെ ഈ പറയുന്ന കെണിയിൽ വീണിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം നമ്മൾ വായിക്കുന്ന അതേ ക്വസ്റ്റ്യന് നേരെ തന്നെയല്ലേ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ നോക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്ക് പല സബ്ജക്റ്റുകളുണ്ട്. മാത്തമാറ്റിക്സ് ഉണ്ട്, ഇപ്പോൾ നമുക്ക് സയൻസ് ഉണ്ട്, സോഷ്യൽ ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളമുണ്ട്, സൈക്കോളജി ഉണ്ട്. അപ്പോൾ പല ഭാഗങ്ങളായിട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം നമ്മളിപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ കോഡിനൊക്കെ അനുസരിച്ചാണ് നമുക്ക് കാര്യങ്ങൾ അങ്ങോട്ട് കൊണ്ട് ഷഫിൾ ചെയ്ത് കിട്ടുക. അപ്പോൾ നമ്മൾ മിക്കവാറും ഒന്നും തന്നെയാണ് കാര്യങ്ങൾ തുടങ്ങുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം ടഫായിട്ട് ഫീൽ ചെയ്യുന്നു, അതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ താഴേക്ക് വരികയാണ് എന്നുള്ളത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിർത്തുക. ആ സെക്ഷൻ അവിടെ എൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു ഏരിയ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ സയൻസ് നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും, അപ്പോൾ സയൻസ് ഏരിയയിലേക്ക് വരിക. അപ്പോൾ ഞാൻ നേരത്തെ ഈ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത് ക്വസ്റ്റ്യൻ നമ്മൾ ഈ OMR നമ്മൾ കറപ്പിക്കുന്നത് അതേ രീതിയിൽ തന്നെ ആയിരിക്കണം കേട്ടോ, അതേ ക്വസ്റ്റ്യൻ നമ്പറിന് നേരെ ആയിരിക്കണം. ഈ സ്കിപ്പിംഗ് വരുമ്പോൾ നമ്മൾ ഇതേ കാര്യങ്ങളൊക്കെ പരമാവധി ശ്രദ്ധിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് ലോക്കായി തോന്നുന്നുണ്ട്, നമ്മുടെ കോൺഫിഡൻസ് ചോർന്ന് പോവുകയാണെങ്കിൽ അവിടെ ആ സെക്ഷൻ നമ്മൾ അവസാനിപ്പിക്കുക. ചിലപ്പോൾ 4-5 ക്വസ്റ്റ്യനൊക്കെ എഴുതിയിട്ടുണ്ടാവുള്ളൂ, പിന്നെ നമുക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. ആകെ അപ്പോൾ നമ്മളെ മൈൻഡ്, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമ്മൾ പരമാവധി കോൺഫിഡൻസ് വേണം എക്സാമിനേഷൻ എഴുതുമ്പോൾ. ആ കോൺഫിഡൻസ് നമുക്ക് ചോർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സാമിനേഷൻ തന്നെ കയ്യിൽ നിന്ന് പോവും. അങ്ങനെ ഒരു ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് തികച്ചും പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എവിടെയാണോ ലളിതം എന്ന് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം തൊട്ടിട്ട് ഇതാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ എവിടെ നിന്നാണോ ക്വസ്റ്റ്യൻ വായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ്റെ നേരെ വന്നിട്ട് ആൻസർ ചെയ്യണം. അതൊക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്.
പിന്നെ മാത്തമാറ്റിക്സിനെ സംബന്ധിച്ച് ചിലപ്പോൾ PSC ക്വസ്റ്റ്യൻസ് തരുന്നതിൽ ചിലപ്പോൾ 2 or 3 ചോദ്യങ്ങൾക്കൊന്നും ചിലപ്പോൾ ഉത്തരം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യം ഒരു പ്രാവശ്യം വർക്കൗട്ട് ചെയ്യും, രണ്ടാമത്തെ പ്രാവശ്യം വർക്കൗട്ട് ചെയ്യും, മൂന്നാമത്തെ പ്രാവശ്യം വർക്കൗട്ട് ചെയ്തിട്ട് ഒന്നും നമുക്ക് കാര്യം കിട്ടുന്നില്ല, അയ്യോ എനിക്കെന്നും ശരിയാവുന്നില്ല എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ വരും. ചിലപ്പോൾ എന്താണ് ആ പറയുന്ന ക്വസ്റ്റ്യന് ശരിയായ ഓപ്ഷൻ PSC കൊടുത്തിട്ടുണ്ടാവില്ല. അതൊക്കെ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്നതായിരിക്കും. പക്ഷേ നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ നമുക്ക് വേറെ ആരോടും സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അയ്യോ എനിക്ക് കിട്ടാത്തതാണ് എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട. ചിലപ്പോൾ ആ പറയുന്ന ക്വസ്റ്റ്യന് ആൻസർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ 4 ഓപ്ഷൻ നമ്മൾ ചെയ്ത് കിട്ടുന്ന നമുക്ക് ആൻസർ ഒരിക്കലും നമ്മുടെ 4 ഓപ്ഷനിൽ ഉണ്ടാവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു 3ാമത്തെ പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് അതേ ആൻസറിലേക്കാണ് എത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ PSCയുടെ കുഴപ്പം ആവാനും സാധ്യതയുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ കാൽക്കുലേഷനിൽ വന്ന മിസ്റ്റേക്ക് ആവാം, നിങ്ങൾ ഒരു തെറ്റ് നമ്മൾ ചിലപ്പോൾ അതേ രീതിയിൽ തന്നെയോ ആ വഴിക്ക് തന്നെയാവും പോവാം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അതിന് ആൻസർ ഉണ്ടാവാത്തൊരു ഓപ്ഷൻ കൂടി ഉണ്ടാവാം എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതും കൂടി മനസ്സിൽ വെക്കണം കേട്ടോ. പിന്നെ വാച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു എക്സാമിനേഷൻ ഹാളിലും ക്ലോക്കൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്ക് ഗണിതത്തിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ക്ലോക്കിൻ്റെ ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ക്ലോക്കൊന്നും ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയില്ല. അപ്പോൾ നമുക്ക് ബെല്ലുകളായിരിക്കും ഉണ്ടാവുക. 1.5 മണിക്കൂർ ബെല്ലടിക്കും നമുക്ക് എക്സാമിനേഷൻ ഹാളിൽ കയറാൻ. പിന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ 1:55 നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരാൻ വേണ്ടി ഒരു ബെല്ലടിക്കും. 2 മണിക്കൂർ ബെല്ലടിക്കും എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ ഓരോ അരമണിക്കൂറിലും ബെല്ലടിക്കും. അവസാനം 5 മിനിറ്റിന് മുമ്പ് ബെല്ലുണ്ടാവും. ഈ രീതിയിലുള്ള ബെല്ലുകളാണ്. അപ്പോൾ അത് ഇൻവിജിലേറ്ററുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. അത് ഇനി അരമണിക്കൂർ കഴിഞ്ഞു, അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞു, ഇനി അരമണിക്കൂറേ ഉള്ളൂ, ഇനി 5 മിനിറ്റും കൂടിയേ ഉള്ളൂ. എന്നാൽ ഈ അവസാന 5 മിനിറ്റിൻ്റെ ബെല്ലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ OMR പുറത്തേക്ക് മടക്കുക. അപ്പോൾ നമ്മൾ ബബിൾ ചെയ്ത ഭാഗങ്ങൾ തമ്മിൽ കൂട്ടിക്കലരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പുറത്തേക്ക് മടക്കി വെച്ച് നമ്മൾ ഓൾറെഡി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കീറിയിട്ട് എഴുതാൻ തുടങ്ങാം. അവസാനത്തെ ബെല്ല് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ എന്ത് ചെയ്യാം, ഇൻവിജിലേറ്റർ നമ്മളോട് പറയും ഇനി രണ്ടും ഭാഗം സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറയുമ്പോൾ സൂക്ഷ്മമായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ഇവിടെ ഈ ബാർകോഡ് ഉണ്ടല്ലോ, ഇത് ഒന്ന് തന്നെയാണ്, ഇവിടെയും ഒന്ന് തന്നെയാണ്. അത് തമ്മിൽ യോജിപ്പിച്ചിട്ടുള്ളത് കാര്യം ഇതേ ഭാഗത്തെ ആളുടെ തന്നെയാണത്. കാരണം വാല്യുവേഷന് പോകുമ്പോൾ ഈ പാർട്ട് ഉണ്ടാവില്ല, ഈ പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഏത് ഉദ്യോഗാർത്ഥിയുടെയാണെന്നൊന്നും അറിയില്ല. ഇവിടെ ഈ ആൽഫ കോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഏത് ഉദ്യോഗാർത്ഥിയുടെയാണെന്നുള്ളത് ഇവിടെയാണ് ഒളിച്ചിരിക്കുന്നത്. ഈ ബാർകോഡിൻ്റെ ഉള്ളിലാണ് ആ സാധനം ഒളിച്ചിരിക്കുന്നത്. അത്രയും സുതാര്യമായിട്ടാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നടപടികളെല്ലാം. അപ്പോൾ കീറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ കറക്റ്റ് നടുക്കൂടെ തന്നെ വേണം. കാരണം ഈ ബാർകോഡ് ഇവിടെയും ഒരേ സാധനം തന്നെയാണ്. അത് വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ പാർട്ട് എയിലെ ഭാഗം തന്നെയാണ് പാർട്ട് ബിയുടെ ഈ ബാർകോഡ് വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അത് നേരത്തെ ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് നമുക്ക് സമയമുണ്ടോ OMR കൈ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് മടക്കി വെക്കാൻ, പുറത്തേക്ക് മടക്കി വെക്കുക. ഈ ലാസ്റ്റ് സമയത്ത് നമ്മളത് എന്ത് ചെയ്യുക, ഈ പറയുന്ന രീതിയിൽ അത് കീറി 2ആക്കി വെക്കുക. എന്നിട്ട് നമുക്ക് എഴുതിയിട്ട് ലാസ്റ്റ് ബെല്ല് വരെ എഴുതാം. ഇൻവിജിലേറ്റർ കയ്യിൽ സാധനം തരാൻ ആവശ്യപ്പെടുന്നത് വരെ നമുക്ക് എഴുതാം കേട്ടോ. അതൊന്നും നമുക്ക് ബുദ്ധിമുട്ടുകളില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. പരമാവധി ടെൻഷൻസ് ഈ പറയുന്ന രീതിയിൽ ചുരുക്കി, അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ എങ്ങനെ എത്തണം, എന്തൊക്കെയാണ് കയ്യിൽ കരുതേണ്ടത്, OMR ഫില്ല് ചെയ്യേണ്ടതിൻ്റെ വശങ്ങൾ ഒറ്റ പ്രാവശ്യം ഇത് തരുള്ളൂ. പിന്നെ ആൽഫ കോഡ് ഒന്ന് തന്നെ വേണം. തലേ ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പരീക്ഷാ ദിവസം എക്സാമിനേഷൻ സെൻറ്ററിൽ എത്തിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡ്യൂറിങ് എക്സാമിനേഷൻ ഹാളിൽ നമ്മുടെ കാര്യങ്ങൾ, ഇതെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. പരമാവധി ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ പഠിച്ച ആ ഒരു ഇത് വെച്ചിട്ട് മാക്സിമം മാർക്ക് നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. നമ്മൾ പഠിച്ചത് നമ്മളുടെ തെളിമയോടുകൂടി ഒരു മനസ്സും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മാക്സിമം ഇതിലേക്ക് വരാൻ പറ്റും. പിന്നെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഒരുപാട് പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കുക. ചില ആളുകൾ പറയും എനിക്ക് ഇത്രയാണ് കിട്ടിയത്, എനിക്ക് ഇത്രയാണ് കിട്ടിയത്. അതിലേക്കൊന്നും പോകണ്ട. കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ ഇതിലൊന്നും നമുക്ക് തിരുത്തലുകളൊന്നും സാധിക്കില്ല. അതുകൊണ്ട് അതവിടെ അടച്ചു വെക്കുക. നമ്മൾ പ്രൊവിഷണൽ ആൻസർ കീ വരുമ്പോൾ ഏതെങ്കിലും തെറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ PSC ചൂണ്ടിക്കാണിക്കാം. ചിലപ്പോൾ പ്രൊവിഷണൽ കഴിഞ്ഞ് ഫൈനൽ ആൻസർ കീയിലും തെറ്റുകൾ വരാം, അതും ചൂണ്ടിക്കാണിക്കണം. ആ രീതിയിൽ അതൊക്കെ ചെയ്യുക. പിന്നെ അടച്ചു വെക്കുക. നമ്മളെ മാർക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു രീതിയിലും ഇതിൻ്റെ ചർച്ചകൾ വേണ്ട കേട്ടോ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നമ്മൾ പഠിച്ചതിൻ്റെ മാക്സിമം ഈ പറയുന്ന 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾക്ക് അവിടെ ബബിൾ ചെയ്ത് പോരാൻ പറ്റി എന്നുള്ള ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാക്കണം. അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട. ഞാൻ 1-2 കാര്യങ്ങൾ കൂടി പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കമോ ജീവിതത്തിൻ്റെ അവസാനമോ ഒന്നുമല്ല. അപ്പോൾ ആ ഒരു സ്പിരിറ്റിൽ എടുക്കുക. ഈ പറയുന്ന LP UP ഇല്ലെങ്കിൽ ഞാനില്ല എന്നുള്ള രീതിയിലൊന്നും ഒരു കാരണവശാലും ചിന്തിക്കേണ്ട. മനസ്സിന് ധൈര്യം കൊടുക്കുക. നമ്മൾക്കിത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലൊക്കെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. ഇതൊരു സർക്കസാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ആ രീതിയിൽ ആലോചിച്ച് വയ്ക്കുക. ഇത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലൊക്കെ നമ്മുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകും. ആ രീതിയിൽ ധൈര്യം കൊടുത്തു വയ്ക്കുക. ആ രീതിയിൽ ധൈര്യം ഉണ്ടാകുമ്പോൾ
നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഒന്നും ഒന്നിൻ്റെയും തുടക്കമല്ല, ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല. ആ ഒരു ധൈര്യം കൊടുത്തു വെക്കുക, എന്നെക്കൊണ്ടെല്ലാം സാധിക്കും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വെക്കുക, അതിനനുസരിച്ച് പഠിക്കുക. നമ്മൾ പഠിച്ചതിൻ്റെ മാക്സിമം നമ്മുടെ OMRൽ ആ രീതിയിൽ എഴുതി വെക്കുക, നെഗറ്റീവ്സ് കുറയ്ക്കുക. ഈ രീതിയിൽ ശാന്തമായ മനോഭാവത്തോടു കൂടി പരമാവധി എഴുതി കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ആ രീതിയിൽ നിങ്ങൾ വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും ടെൻഷൻ വേണ്ട, റെഡി അല്ലേ? അപ്പോൾ ഈ പറയുന്ന രീതിയിൽ പരീക്ഷയൊക്കെ വരും, ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു ടെസ്റ്റിംഗ് ആണ്, അതിനൊക്കെ ആ ഒരു സ്പിരിറ്റിൽ എടുക്കുക കേട്ടോ. അപ്പോൾ വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഈ പറയുന്ന UPSTക്കും LPSTക്കും എല്ലാ വിജയ ആശംസകളും പ്രൊപ് സ്കെയിൽ ടീമിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. ഓക്കെ, താങ്ക് യു.